ഈയിടെയായിട്ട് കുറച്ച് കൂളിംഗ് ഗ്ലാസ് വെക്കൽ കൂടിയിട്ടുണ്ട്. ഈ ദിവസം അന്നാരാജിനൊക്കെ വന്നപ്പോ അവരെയൊക്കെ എങ്ങനെ ഉള്ളിക്കോടെ നോക്കി കാണാനാണ്. എവിടെ വേണമെങ്കിലും നോക്കാലോ. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. രാഷ്ട്രീയ രംഗത്തും മതം, ജാതി എല്ലാ രംഗത്തും തിമരമാണ്. തിമരം ഇല്ലാത്ത ഒന്നാത്ത കാഴ്ചകൾക്കാണ് ബോച്ചെ കണ്ണട ലെൻസുകൾ നമുക്ക് ഉപയോഗിക്കാം. അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന കണ്ണട മങ്ങിയ കാഴ്ചകൾ കണ്ട് മടുക്കുന്ന സമൂഹത്തിനുള്ള കണ്ണടയായി സാമൂഹികവും സാംസ്കാരികവുമായ തിമിരം ബാധിച്ച സമൂഹത്തെ നേരെയാക്കുന്ന കണ്ണടയായി തന്നെ മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ നന്മയോടൊപ്പം യാത്ര ചെയ്യുവാൻ കഴിയുന്ന ഒരു കവി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. ഇനി കണ്ണടകൾ വേണം, ബോച്ചെ കണ്ണടകൾ വേണം എന്നോട് പറയുന്നത്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, ബോച്ചെ കണ്ണടകൾ വേണം. സോഷ്യൽ മീഡിയയിൽ ചില കമന്റുകളൊക്കെ കേൾക്കാം. ബോച്ച് ഇത്രയും കാലം കൂളിംഗ് ഗ്ലാസ് ഒന്നും വെച്ചിരുന്നില്ല, ഈയിടെയായിട്ട് കുറച്ച് കൂളിംഗ് ഗ്ലാസ് വെക്കൽ കൂടിയിട്ടുണ്ട്. ഈ ദിവസം അന്നാരാജിനൊക്കെ വന്നപ്പോ അവരെയൊക്കെ എങ്ങനെ ഉള്ളിക്കോടെ നോക്കി കാണാനാണ്. എവിടെ വേണമെങ്കിലും നോക്കാലോ. കണ്ണുകൾ എങ്ങോട്ട് പോകുന്നു എന്ന് അറിയില്ല എന്ന ഉദ്ദേശത്തിലാണ്. അതിപ്പോ ഇനിയിപ്പോ പറയും, ഈ വീഡിയോയിൽ വരുമ്പോ മാളവികേനെ നോക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ കണ്ണട വെച്ചത് എന്നൊക്കെ പറയാം. എനിക്ക് അതിനു വേണ്ടിയല്ല വെച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ളത് സത്യമാണ്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, ഈ കണ്ണട വെച്ചാൽ ഉള്ളിലുള്ളത് കാണാൻ പറ്റുമോ, നേക്കടായിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ. മുമ്പൊക്കെ അങ്ങനത്തെ കഥകൾ ഒരുപാടുണ്ടായിരുന്നു. ഞാനും മദ്രാസില് ഇത് വാങ്ങാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് കോളേജ് സമയത്ത്. അപ്പോ ആ കണ്ണടയല്ല ഈ കണ്ണട, പക്ഷെ ഇതുപോലെ നോക്കിയാൽ പലതും കാണാം. എന്തായാലും ഇത് ഒപ്റ്റിക്കൽ ലെൻസ്, കണ്ണട ലെൻസുകൾ, ഇതിന്റെ ഒരു മാനുഫാക്ചറിങ് തുടങ്ങണമെന്ന് എന്റെ പിതാവ് കുറെ വർഷം മുമ്പ് ആഗ്രഹിച്ചിരുന്നു. കാരണം ഇത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. എന്തായാലും ബോച്ചെ കണ്ണട ലെൻസുകൾ തെറ്റില്ലാത്ത നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല തുടർന്നും ഇതിന്റെ ഒരു ഇന്റർനാഷണൽ ഒരു അൾട്ടിമേറ്റ് ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാനും റിസർച്ച് ചെയ്യാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഗ്ലാസ് ഒന്ന് മാളവിക്ക് വെച്ചു കൊടുക്കാനാണ്. രണ്ടു ഉദ്ദേശമാണ്. ഒന്ന്, ഞാൻ മദ്രാസിന് വാങ്ങാൻ പോയ ഗ്ലാസ് അല്ല എന്ന് ഒരാളൊന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. നേക്കടായിട്ടല്ല കാണുന്നതെന്നൊന്നും പറഞ്ഞേക്കാം. ചിലപ്പോ പലർക്കും സംശയം, ഞാൻ വെക്കുന്നതുകൊണ്ട് മറ്റേ ഗ്ലാസ് ഇതാണോ എന്ന് സംശയം. അതല്ല, രണ്ട് മാളവികയെ അണിയിച്ചിട്ട് ഒരു മോഡലിൽ വന്ന നിലയ്ക്ക് കാശ് മുതലാക്കേണ്ടത് ഇതൊക്കെ ഇട്ടിട്ട്. അപ്പോ എന്നെ ഇത് വെക്കുന്നേക്കാൾ മുമ്പ് കണ്ട പോലെ തന്നെയാണല്ലോ അല്ലേ കാണുന്നത്? വേറെ കൂടുതലായിട്ടൊന്നും കാണുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ആ സംശയം തീർന്നല്ലോ അല്ലേ? നമ്മളിവിടെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളത് നമുക്കറിയാം. ബോച്ചെ ലെൻസിന്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ബോച്ചയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓഫ്കോഴ്സ് യു ആർ പോപ്പുലർ ഇൻ ദ മീഡിയ. പക്ഷെ എനിക്ക് അല്ലെങ്കിൽ പലർക്കും നേരിട്ട് താങ്കളോട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് നേരിട്ട് ഇറങ്ങി വാട്ട് ദേ വാണ്ട് അല്ലെങ്കിൽ അവരുടെ നീഡ് എന്താണോ അത് അവർക്ക് സാധിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്നതിലാണ്. സോ ജനങ്ങൾക്ക് നിങ്ങളെ വേണം. ആൻഡ് ആ ഒരു സ്നേഹം ബോച്ചയ്ക്കും ആവശ്യമാണ്. നമ്മളോട് ഒരു പുതിയൊരു സംരംഭം ബോച്ചെ വഴി തുടങ്ങുകയാണ്. ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ക്ലിയർ വിഷൻ നിങ്ങളുടെ കണ്ണുകൾക്കും ഒരു ഫ്യൂച്ചർ എന്നുകൂടെ വേണമെങ്കിൽ പറയാം. അപ്പൊ എല്ലാവരും നല്ല സുന്ദരന്മാരായിട്ട് നല്ല ക്ലിയർ വിഷനോടുകൂടെ ബോച്ചെ ലെൻസ് ഒക്കെ യൂസ് ചെയ്ത് മുന്നോട്ട് പോവാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ബോച്ചെ കണ്ണട ലെൻസുകളുടെ മാനുഫാക്ചറിംഗ് ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തില് 2-3 മാനുഫാക്ചേഴ്സേ ഉള്ളൂ ഈ രംഗത്ത്. ജർമ്മൻ ടെക്നോളജി ആൻഡ് അമേരിക്കൻ ടെക്നോളജി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറീസ് ആണ്. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ണട ലെൻസുകളാണ് മാനുഫാക്ചർ ചെയ്യുന്നത്.
അതിനുശേഷം ഇതുപോലെയുള്ള ബോച്ചെ കൂളിംഗ് ഗ്ലാസുകൾ, സൺ ഗ്ലാസ് ആൻഡ് ഫ്രെയിം, മറ്റ് ആക്സസറീസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. പിന്നെ ഇതിലൊരു പ്രത്യേകത, 4000-ൽ കൂടുതൽ കണ്ണാടി വിൽക്കുന്ന കടകളുണ്ട്, ഒപ്റ്റിക്കൽ ഷോപ്സ് ഇൻ കേരള. പലരുടെയും റിക്വസ്റ്റ് പ്രകാരം ക്രെഡിറ്റ് ഫെസിലിറ്റി നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനീഷ്യലി. രണ്ടാമത്തെ ഒരു റിക്വസ്റ്റ്, അത് പ്രകാരം ഈ കടകളെയും ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റുകൾ വഴി 4000 കടകളിലൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് സെയിൽസ് പ്രൊമോഷൻ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബോച്ചെ ടീ വാങ്ങുമ്പോ ഒരു ലക്കി ഡ്രോ കൂപ്പൺ കിട്ടും. ദിവസേന 10,000-ൽ കൂടുതൽ ആൾക്കാർക്ക് ക്യാഷ് പ്രൈസ്, ഒരാൾക്ക് 10 ലക്ഷം അല്ലെങ്കിൽ താരങ്ങളെയൊക്കെ കൊടുത്തിരുന്നു. അതിലിപ്പോ ഒരു 26 കോടി രൂപയോളം ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞു. എല്ലാ മാസവും 30 പേരെ വിളിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കൊടുക്കാൻ ഒരു 15 പേര് പെൻഡിങ്ങുണ്ട്. 10 ലക്ഷത്തിന്റെ 15 പേര് ഇവിടെ വന്നത്. 1.5 കോടി രൂപയുടെ ചെക്കും ഞങ്ങൾ ഇവിടെ വെച്ച് ഈ സദസ്സിൽ നൽകുന്നതായിരിക്കും. All Kerala Optical Association President Mr. M.P. Saleh. ഏതായാലും ഇവിടെ വരുവാനും നിങ്ങളൊക്കെ കാണുവാനും ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷമുണ്ട്. എന്റെയും ഓൾ കേരള ഓപ്റ്റിക്കൽ അസോസിയേഷന്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസ നിർബന്ധിക്കുന്നു. ജയ് എ.കെ.ഒ. ഇവിടെ നമ്മുടെ തൃശൂർ ജില്ലയിൽ ബോച്ചെ എക്സലൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ടുള്ള ഒരു സംരംഭം ഇവിടെ ആരംഭിക്കപ്പെടുകയാണ്. അതിന് വ്യവസായ വകുപ്പിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും invite OP Group CEO Gopalakrishnan sir to Gopi Chairman International Groupന്റെ ഒരു വിഷനാണ്. ഇറ്റ്സ് എ ക്ലിയർ വിഷൻ ടു ഓൾ ഓഫ് യു. ഇപ്പോൾ ഇത് കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ മാത്രമല്ല, we have all the plans to extend our business to all over the world.